Hello everyone, welcome to GPod. It's me and Nafi. നിങ്ങളുടെ മിഡ് ടേം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങൾ 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ സ്കൂളിൽ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് നിങ്ങളുടെ മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യുക? മൂന്നാമതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മിഡ് ടേം എക്സാമിന് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. മൊത്തം സബ്ജക്റ്റ് ലിസ്റ്റ് വേണേൽ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മലയാളം, സംസ്കൃതം, ഉറുദു, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യൽ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. മിക്കവാറും കുട്ടികൾക്ക് മിഡ് ടേം എക്സാം ചില സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചില സ്കൂളിൽ അടുത്ത ആഴ്ചയിലൊക്കെ എന്ത് സ്റ്റാർട്ട് ചെയ്യും? മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും കുട്ടികൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും മിഡ് ടേം എക്സാമിന് ഉണ്ടാവാനുള്ള ചാൻസ്. ചില സ്കൂളുകളിൽ 1-2 ചാപ്റ്റേഴ്സ് ആയിരിക്കും മിഡ് ടേം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഈ മിഡ് ടേം എക്സാമിലെ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യം നിങ്ങളൊരു കാര്യം പറയട്ടെ. എജ്യൂപോർട്ട് ആപ്പിൽ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? എജ്യൂപോർട്ട് ആപ്പ് ആപ്പിൾ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആണ്. അപ്പോൾ മിക്കവാറും നിങ്ങളുടെ സ്കൂളിൽ മിഡ് ടേം എക്സാമിന് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് എജ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇത് നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒറ്റ ലൈവിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് തീർക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൾറെഡി എജ്യൂപോർട്ട് നമ്മുടെ 1 ഷോട്ട് ലൈവുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 1 ഷോട്ട് ലൈവ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 1 ഷോട്ട് ലൈവുകൾ നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അയ്യോ ഞങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മാത്രമല്ല സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ മാത്രമല്ല തേർഡ് ചാപ്റ്റർ മിഡ് ടേം എക്സാമിന് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനുള്ള സൊല്യൂഷനുണ്ട്. അതിനുള്ള സൊല്യൂഷനാണ് എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ തന്നെ നമ്മുടെ എജ്യൂപോർട്ട് ആപ്പിൻ്റെ ക്ലാസ്സിൽ റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ ആ വെറുതെ നമ്മൾ ക്ലാസ് മാത്രം റെക്കോർഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ അതേപോലെ എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്, ലൈവുകളുണ്ട്, അത് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലൂടെ കിട്ടും. അപ്പോൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൻ്റെ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ nafi.ejuport എന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ പേരും, അതായത് എനിക്ക് ഈ ക്ലാസ്സിൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക? ഒന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് nafi.ejuport നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ സൂപ്പർ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമല്ല എല്ലാ ചാപ്റ്ററും അതിൽ കിട്ടും. നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എജ്യൂപോർട്ട് ആപ്പിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ മിക്കവാറും എല്ലാവർക്കും മിഡ് ടേം എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററാണ് ഉണ്ടാവുക. ആ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഓഗസ്റ്റിൽ ഓണം എക്സാം നടക്കുകയാണ്. ആ ഓണം എക്സാമിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ എക്സാമായിട്ട് നിങ്ങൾ എന്തിനെ കാണണം? മിഡ് ടേം എക്സാമിനെ കാണണം. കാരണം മിഡ് ടേം എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, എക്സാമിൻ്റെ തലേന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരട്ടെ. നിങ്ങൾക്ക് മിഡ് ടേം എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് മിഡ് ടേം എക്സാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മുതൽ, ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് മിഡ് ടേം എക്സാം എങ്കിലോ ഇന്ന് മുതൽ നിങ്ങൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. പിന്നെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മിഡ് ടേം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊക്കെ നോട്ട് കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈവിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ടോപ്പിക്കും നമ്മൾ 1 ഷോട്ടായിട്ട് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ തരുന്നുണ്ട്. അപ്പോൾ ലൈവിലൂടെ അതിനെ നോട്ട് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. പിന്നെ മിഡ് ടേം എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള MCQ ക്വസ്റ്റ്യൻസ് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇപ്പം തന്നെ പോയിട്ട് ആദ്യം ചെയ്യേണ്ടത് എജ്യൂപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാണ്. എജ്യൂപോർട്ടിൻ്റെ ആപ്പിൽ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. എജ്യൂപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നോക്കി പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എജ്യൂപോർട്ട് ആപ്പിൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ബാക്കി ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ത് ചെയ്യുക? സൂപ്പർ ബാച്ചിൻ്റെ ഫോം നമ്മൾ താഴെ കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള nafi.ejuport എനിക്ക് സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യണം, ഇതാണ് എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ബാക്കിയൊക്കെ ഞാൻ അവിടെ പറഞ്ഞുതരാം. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. മിഡ് ടേം എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കാണുക. കാരണം ഓണം എക്സാമിന് മുന്നേ ഉള്ള ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് മിഡ് ടേം എക്സാം. അതിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക, നന്നായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.